അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഭിനന്ദ അധ്യക്ഷർ, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ നിഷേധ്യ പ്രസിഡൻറ്റും പണ്ഡിത സമൂഹത്തിൻ്റെ സയ്യിദുമായി വിശേഷിപ്പിക്കപ്പെടുന്ന പ്രിയ സഹോദരൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകളെ, ആദരണീയരായ MT അബ്ദുൽ മുസ്ലിയാർ അവറുകൾ, പ്രിയപ്പെട്ട PP ഉമർ മുസ്ലിയാർ അവറുകളെ, അതുപോലെ തന്നെ നമ്മുടെ സമ്മേളനത്തിൻ്റെ സമാരംഭം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തി സ്റ്റേജിൻ്റെ പുറകിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പ്രിയങ്കരനായ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയരായ ജനറൽ സെക്രട്ടറി ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അവറുകൾ, പ്രിയപ്പെട്ട ഉമർ മുസ്ലിയാർ, ഉമർ ഫൈസി മുക്കം, ഫളീലത്തുൽ ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് അബ്ദുദായി അൽ ജുന്ദി, അമീറുൽ ആം ഇസ്ലാമിക് റിസർച്ച് അസംബ്ലി അൽ ഖാഹിറ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് ശ്രേഷ്ഠ പണ്ഡിതന്മാരെ, പൗരപ്രമുഖന്മാരെ, ഇവിടെ നമ്മുടെ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ ക്യാമ്പാണല്ലോ ഇവിടെ ഇന്നിപ്പോൾ സമാരംഭം കുറിക്കുന്നത്. അതിനുവേണ്ടി എത്തിച്ചേർത്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ 100ാം വാർഷികം എന്ന ചരിത്ര സംഭവത്തിനാണ് നമ്മളെല്ലാവരും ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളീയ ഉമ്മത്ത് ഏറെ ആഗ്രഹിച്ച ഒരു ദിനമാണ് ഇന്ന് നമുക്കറിയാം. ഇവിടെ വന്ന് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ സംസാരം വെറും വാക്കുകളിലൂടെ ആവില്ല, ഹൃദയത്തിൽ നിന്നാണ് ഈ സമ്മേളനത്തിൻ്റെ ഈ ഉദ്ഘാടന വേദിയിൽ നമുക്ക് ഈ സദസ്സിനോട് സംവദിക്കുവാൻ സാധിക്കുക. നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ ഹൃദയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പന്തലിൽ വന്ന് നിറഞ്ഞ് നിൽക്കുന്നത്. ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, ഒരു 4 നൂറ്റാണ്ട് മുമ്പത്തെ ചില ഓർമ്മകളാണ്. അന്ന് വാദിനൂർ എന്ന സംസ്ഥാന കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ദശവാർഷിക സമ്മേളനം കുറ്റിപ്പുറത്ത് നിളാതീരത്ത് നടന്നിരുന്നു. അന്ന് ഇതുപോലെയുള്ള സെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് വിദ്യാർത്ഥി സംഘടനയാണല്ലോ, അതിൻ്റേതായിട്ടുള്ള ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും നിറഞ്ഞു നിന്ന പന്തലിൽ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അവിടെ വന്നുകൊണ്ട് അവിടുത്തെ ക്ലാസ്സുകളും അവിടുത്തെ മറ്റ് ഉത്ബോധനങ്ങളും അതൊക്കെ കേൾക്കുന്നതിന് വേണ്ടി അവിടെ വന്നു. 3-4 ദിവസങ്ങളിൽ ഞങ്ങൾ അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ പന്തലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നതും അവിടെ എല്ലാവരുമായും സ്വീകരിച്ചതും എല്ലാവരോടും സൗഹൃദം പങ്കിട്ടതുമൊക്കെ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഇവിടെയും നിങ്ങളുടെ ഒപ്പം ഒന്ന് ഇരിക്കാനൊക്കെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇപ്പോൾ അങ്ങനെ വരാൻ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ടാണ്. ഏതായാലും മനസ്സ് എപ്പോഴും ഈ സദസ്സിനോടൊപ്പം തന്നെ ഉണ്ട് എന്ന് പറയുവാൻ കൂടി ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മളൊരു സംഘടനയുടെ വാർഷികമല്ല ആഘോഷിക്കുന്നത്. ഒരു സംഘടനയുടെ വാർഷികം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ വെറും ഒരു സംഘടന മാത്രമായിരുന്നെങ്കിൽ അത് കുറേ കാലം നിലനിൽക്കുമായിരുന്നില്ല. ഇത് പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ ആത്മാവിൻ്റെ തന്നെ 100 വർഷത്തിൻ്റെ ആഘോഷമാണ് ഈ 100ാം വാർഷിക സമ്മേളനത്തിൽ നമ്മൾ കൊണ്ടാടുന്നത്.
മാർഗം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് യഥാർത്ഥ വഴി, അയിന ത്വരീഖ് എന്ന്, അയിനൽ ഖലാസ് എന്ന് തേടിക്കൊണ്ടിരുന്ന ഒരു സമൂഹം എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് രക്ഷ, എവിടെയാണ് വഴി എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മുമ്പിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതാണ് യഥാർത്ഥ വഴി, ഇതാണ് രക്ഷയിലേക്കുള്ള മാർഗം എന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്.